ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ജോഷിയേട്ടൻ്റെയൊക്കെ പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബകഥകൾ, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ എല്ലാ സിനിമകളും വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 90 കാലഘട്ടത്തിലാണ് മലയാള സിനിമയിൽ തന്നെ ഒരു മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ വന്നു. കോമഡിയുടെ ഒരു ട്രെൻഡ് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡെന്നിച്ചായനും ആ ഒരു ട്രാക്കിലേക്ക് മാറുകയും ഒരു കലൂർ ഡെന്നീസ് ഫാക്ടറി തന്നെ, ഒരു ഡെന്നീസ് ഫാക്ടറി തന്നെ എറണാകുളത്ത് ഉണ്ടാവുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഡെന്നീസ് ഫാക്ടറിയിൽ നിന്ന് ഒരു വർഷം ഒരു 10-15 സിനിമകൾ ഇറങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സംവിധായകർ, പുതിയ സംവിധായകർ, ജഗദീഷ് സിദ്ദിഖ് അങ്ങനെ ഒരു ടീം വന്നു. ഇപ്പോൾ സംവിധായകരാണെങ്കിൽ ഒരുപാട് സംവിധായകരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഡെന്നിച്ചായൻ മലയാള സിനിമയ്ക്ക്. അവരൊക്കെ ഇപ്പോൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിർമ്മാതാക്കൾ കലൂർ ഡെന്നീസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് വരികയും നിരന്തരമായിട്ട് സിനിമകൾ ചെയ്തിട്ടുള്ള കുറേ നിർമ്മാതാക്കളുണ്ട്. അതിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് ശ്രീ സിമ്പിൾ ബഷീർ. അദ്ദേഹം കൂടെ സമാഗമത്തിന് അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അടുത്തായി സമാഗമത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ നിർമ്മാതാവ് ശ്രീ ബഷീർ. സിമ്പിൾ ബഷീർ അല്ലേ? സിമ്പിൾ പ്രൊഡക്ഷൻസ് ആയിരുന്നു അല്ലേ? സിമ്പിൾ പ്രൊഡക്ഷൻസ്. അതുകൊണ്ട് സിമ്പിൾ ബഷീർ. സിമ്പിൾ പ്രൊഡക്ഷൻസ് അല്ല, സിമ്പിൾ ഫാക്ടറി. സിമ്പിൾ ബഷീർ 90 കാലഘട്ടം എല്ലാവർക്കും ഒരു അസൂയയോടെ നോക്കിയിരുന്ന ഒരു കാലഘട്ടം. ഒരു വർഷം 3 പടം. കാരണം എം ബഷീർ, കലൂർ ഡെന്നീസ് കോമൺ ആയിരിക്കും. ഡയറക്ടേഴ്സ് മാത്രം മാറിക്കൊണ്ടിരിക്കും. കെ മുതു, ഷാജി കൈലാസ്, തുളസിദാസ് എന്ന് പറഞ്ഞ് മാറി വന്നുകൊണ്ടിരിക്കും. ഡെന്നീസിന് ആദ്യമായിട്ടൊരു അവാർഡ്, തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നൊരു പടമാണ് കുടുംബസമേതം. ഒരുപാട് അവാർഡുകൾ കിട്ടും. 8 അവാർഡ് മറ്റോ. വളരെ നല്ല പാട്ടുകളും ജോൺസൺ. അപ്പോൾ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ സംസ്ഥാന അവാർഡ് നേടിയ സിനിമ കുടുംബസമേതം. അതിൻ്റെ സംവിധായകൻ ജയരാജിൻ്റെ ബൈറ്റ് കൂടി ഉണ്ട്. നമുക്ക് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളെന്ന് പറയുന്ന സിനിമകളിൽ 2 സിനിമകൾ തീർച്ചയായിട്ടും ഡെന്നിച്ചാനും ഞാനും ചേർന്ന് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് കുടുംബസമേതവും മറ്റൊന്ന് പൈതൃകവും. ഡെന്നിച്ചാനും ഞാനും തമ്മിലുള്ള ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്തുള്ളൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത്രയും കംഫർട്ട് നമുക്ക് തോന്നുന്ന മറ്റൊരു റൈറ്ററില്ല. കാരണം ഡെന്നിച്ചാൻ ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഒരു ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സിനിമ നടന്മാർക്കും അല്ലെങ്കിൽ സംവിധായകർക്കും ഒക്കെ ഒരു തണൽ പോലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ നിർമ്മാതാക്കളെയും ഒരുപാട് പുതിയ നിർമ്മാതാക്കൾ വന്ന് ഡെന്നിച്ചാൻ്റെ ഷെൽട്ടറിൽ വളർന്നിട്ടുണ്ട്. പക്ഷേ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു കഴിവ് കലൂർ ഡെന്നീസിനുണ്ട്. ഇപ്പോൾ ജയരാജ് പറഞ്ഞ പോലെ അതിലിപ്പോൾ ഡെന്നിച്ചായൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി, എനിക്ക് തോന്നുന്നത് ഞാനും ആ പടം കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് കലൂർ ഡെന്നീസിൻ്റെ സിനിമയാണോ? കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതികളിൽ നിന്ന് വളരെ മാറി നിന്നിട്ട് എന്താണ് അങ്ങനെ ഒരു സിനിമ? ഞാൻ നല്ല സിനിമ ചെയ്യണമെന്നുള്ള ആളാണ്. പക്ഷെ നമുക്ക് വരുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം കാശ് കിട്ടുന്ന സിനിമ ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ നല്ല സിനിമ പറഞ്ഞാൽ ജോഷിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുടക്കീഴിൽ നല്ല സിനിമ. അതെ, നല്ല സിനിമയായിരുന്നു. നല്ല സിനിമ. ജേസി ആയിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്, ഒരു വിളിപ്പാടമില്ലേ. അന്ന് കംപ്ലീറ്റ് ട്രെയിനിലാണ് ആ കഥ. പക്ഷെ ആ പടം അന്ന് അത്ര സാമ്പത്തികമായി വിജയിക്കാത്തത് കൊണ്ടാണ് അന്ന് ആരും ശ്രദ്ധിക്കാതെ പോയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഗജകശ്രീയോഗം. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ പി ജി വിശ്വംഭരൻ്റെ ഏറ്റവും നല്ല സിനിമയെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇങ്ങനൊരു ക്ലൈമാക്സ് എങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ പിന്നീട് ക്ലൈമാക്സ് ഡെന്നീസ് എഴുതി വെച്ചു. എൻ്റെ കഷ്ടപ്പാടുകൾ ഉണ്ടായത് വളരെ രസകരമാണ്. ഞാൻ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എഴുതി വെച്ചു, ഈസിയായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് നിർത്തി 4 ദിവസം ഷൊർണൂർ ചെറുതുരുത്തി ഞങ്ങളെല്ലാവരും ഇരിക്കേണ്ടി വന്നു. അവസാനം പാക്കപ്പ് ചെയ്ത് പിന്നെ ആനക്കുട്ടിയെ കിട്ടാനില്ല. അവസാനം അന്ന് ചീഫ് മിനിസ്റ്ററായിരുന്ന കരുണാകരൻ സാർ ഉണ്ടായിരുന്നതുകൊണ്ട് മുത്തങ്ങ ഫോറസ്റ്റിൽ കുട്ടിയെ കിട്ടി. അതിനെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നപ്പോൾ ഡയറക്ടർക്ക് അതിനെ പോരാ, ശരി വലിപ്പമായിപ്പോയി. പിന്നെ അവസാനം കുറച്ച് എണ്ണയൊക്കെ ഒരുപാട് എണ്ണയൊക്കെ വാങ്ങിച്ച് ദേഹത്ത് തേച്ചൊക്കെയാണ് നല്ല കഷ്ടപ്പെട്ട ഒരു സിനിമ. ഞങ്ങൾക്ക് വളരെ ആത്മസംതൃപ്തി തന്നൊരു പടമായിരുന്നു. 2ാം ഭാഗം എടുക്കാൻ വേണ്ടി 2ാം ഭാഗം അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഗജകശ്രീയോഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മിമിക്സ് പാരേഡ്. അതൊരു ട്രെൻഡായി മാറിയതാണ് അന്നല്ലേ? ഇപ്പം മിമിക്രിക്കാരെ വെച്ചിട്ടൊരു സിനിമ. അത് വരാൻ കാരണം കലാഭവൻ സാർ ഒരു ദിവസം ഞാൻ വാതിലിരിക്കുമ്പോൾ അങ്ങനെ മമ്മൂട്ടി പറഞ്ഞെന്നും പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് നിന്ന് കഥ പറഞ്ഞിങ്ങനെ, നീ ആ കലൂർ ഡെന്നീസിൻ്റെ അടുത്തില്ലേ? അപ്പോൾ കഥ അടിച്ചു പോകുമെന്നും പറഞ്ഞ ഒരു പേടിയാണ്. കഥ ഈ ആളെ അടിച്ചു മാറ്റണം. അയാളുടെ ചെന്നാൽ മതി, കഥയൊന്നും പോകില്ല, അയാൾ നീ ചെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വന്ന് പറയുമ്പോഴാണ് ബഷീറോടെ ഞാൻ അതിന് മുമ്പ് ചെറിയ ദിവസം കെ മുതു അത് കേട്ടിട്ട്
കേമത്ത് പറഞ്ഞു കേമത്ത് അത് ചെയ്യാനുള്ള താല്പര്യം. അദ്ദേഹത്തിനപ്പോൾ വേറൊരു പടം വന്ന് അദ്ദേഹം തന്നെ പറയുക. അപ്പം എന്നോട് ഈ കഥ പറഞ്ഞു. ശരിയാണ്, ഞാൻ പറഞ്ഞപ്പോൾ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒന്ന് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ബാനറൊന്നും അല്ലായിരുന്നു. മുകേഷിനെ പല പ്രാവശ്യം ഡേറ്റിന് വേണ്ടി വിളിച്ചപ്പോൾ മുകേഷിൻ്റെ ഡേറ്റിന് മുകേഷ് ഒറ്റയാൾ പട്ടാളം, രാജീവ്കുമാർ ചാണക്യൻ കഴിഞ്ഞുള്ള പാടത്തിൻ്റെ ഡേറ്റിൻ്റെ ക്ലാഷ് വന്നുകൊണ്ട് ഞാൻ ജഗദീഷിനോട്, ഇപ്പം ജഗദീഷ് അന്നുണ്ട്, അന്നും സൺ നാഷണലാണ് നിമിത്തമായത്. അപ്പം ജഗദീഷ് പറഞ്ഞാൽ മുകേഷിനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും വേണ്ട, അത് ബുദ്ധിമുട്ട്, ജഗദീഷ് സിദ്ദീഖും കൂടെ അതങ്ങ് ചെയ്താൽ അങ്ങനെ ഞങ്ങൾ ഇവരെ പുറകെ നടന്ന് അഭിനയിപ്പിച്ച താമസിച്ചുണ്ട്. ജഗദീഷിനോട് പറഞ്ഞു, ജഗദീഷ് ഞങ്ങളങ്ങനെ വിളിക്കുന്നു. സിദ്ദീഖിനെ വിളിച്ചപ്പോൾ സിദ്ദീഖ് പറഞ്ഞാൽ എന്താ ജഗദീഷ് നമുക്ക് ചെയ്യാം, നമുക്കൊരു നായികമാരെ കിട്ടത്തില്ല. അവർ പറഞ്ഞ വാദം ഇപ്പോഴും നായികമാരെ കിട്ടും, നമ്മുടെ തലയൊക്കെ പോസ്റ്ററിൽ വലുതായിട്ട് വരുമല്ലോ. അങ്ങനെ ആ ഒരു, പക്ഷേ അത് ആ ട്രെൻഡ് പിടിച്ചുകൊണ്ട് ഡെന്നീസിന് പിന്നെ ഡെന്നീസിൻ്റെ ഡേറ്റ് മറ്റേ പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അത് വന്നു ചേർന്നു ആ ഒരു പടത്തോടു കൂടി. അങ്ങനെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു കാസർഗോഡ് രണ്ടാം ഭാഗം. രണ്ടാം ഭാഗം. അല്ല, അതിലൊരു അത്ഭുതം എനിക്ക് തോന്നിയത് കാസർഗോഡ് കാദർബായിൽ, ഇപ്പോൾ കാസർഗോഡ് കാദർബായി എന്ന് പറയുന്ന ടൈറ്റിൽ റോളിൽ ആലമ്പൂടൻ ചേട്ടൻ, അതൊരു വലിയൊരു ഇതാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുക ക്യാപ്റ്റൻ രാജുവോ അല്ലെങ്കിൽ മോഹൻ രാജുമായിട്ടുള്ള ആരെങ്കിലും വരുന്നതായിരുന്നു. അന്ന് നമുക്ക് ഭയങ്കര ധൈര്യമുണ്ട്, ഓടും സിനിമ. ഇന്ന് നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം അന്ന് പിന്നെ അതിന് ശേഷം മിമിക്സിന് ശേഷം സിമ്പിൾ പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചിരിക്കാൻ കാണുമെന്നുള്ള വകയിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഞങ്ങൾ അവർ തന്നാൽ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അത് ഡെന്നിസ് ഒന്നും പറയടോ, എനിക്കിപ്പോഴേ പറഞ്ഞു, ഒരു റീലിൽ ഒരു 5 ചെറിയ ചിരി, ഒരു കൂട്ട ചിരി ഉണ്ടെങ്കിൽ അപ്പോൾ 14 റീലുണ്ടെങ്കിൽ എത്ര ചിരി വരും, അതാണ് സിനിമ. ഇപ്പോൾ എന്തായാലും ഒരു കാലഘട്ടത്തിൽ ബഷീർക്ക് പറഞ്ഞ ഒരു പ്രസ്ഥാനമായ ഡെന്നി ചായൻ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ഒരു തിരക്കഥാകൃത്ത് സാധാരണ ഒരു തിരക്കഥാകൃത്തുക്കളും ചെയ്യാത്ത പോലെ കൂടെ എഴുതി കൊടുക്കുക, റെമ്യൂണറേഷൻ വാങ്ങിക്കാൻ പോകുക എന്നുള്ളത് അതല്ല എന്നെ സംബന്ധിച്ച് തുടങ്ങിയ അന്ന് പോലെ ഓരോ കാര്യങ്ങളും ഷൂട്ടിങ്ങിനാണെങ്കിലും ഡബ്ബിങ്ങിനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് എന്ത് വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ഡയറക്ടർ, ഏത് ഡയറക്ടറോടാണെങ്കിലും എല്ലാം വലിയ ഡയറക്ടേഴ്സാണ് ഞങ്ങളുടെ പടം ചെയ്തത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പേര് കോമൺ ആയിരിക്കും, ഡയറക്ടേഴ്സൊക്കെ വലിയ ആൾക്കാരായിരിക്കും. അവരോട് ശരിക്കും തർക്കിച്ച് ചില കാര്യങ്ങൾ മാറ്റി അതൊക്കെ വിജയം ഉണ്ട്. ഡയറക്ടേഴ്സ് പിന്നെ പറഞ്ഞത് ഡെന്നിസ് ചായനെന്ന് പറഞ്ഞത് നന്നായി, അങ്ങനെ മാറ്റിയതുകൊണ്ട്. എനിക്കറിയാം, കുടുംബസമേതം വന്ന പടം റിലീസ് ചെയ്ത ശേഷം റിവ്യൂ ഇട്ടിക്കാൻ മദ്രാസിൽ, അന്ന് മലയാളത്തിലെ വലിയ ഡയറക്ടറും ഒരു തിരക്കഥാകൃത്ത് അദ്ദേഹം മരിച്ചുപോയി. അവർ രണ്ടുപേരും ക്ലൈമാക്സ് അതിൻ്റെ മാറ്റണം, കാരണം കബീർ പന്നോ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, ഇദ്ദേഹം മനോജ് ചേഞ്ച് എന്ന വെള്ളത്തിൽ നിന്ന് ചെയ്യണം, അവിടെ പടം നിർത്തണമെന്ന് പറഞ്ഞു. ഞാൻ ഡെന്നീസിനോട് പറഞ്ഞു, ഡെന്നീസ് പറഞ്ഞാൽ അത് നടക്കുകയില്ല. അതിനുശേഷം സ്റ്റേജിലേക്ക് വരുന്ന ഒരു ഹാപ്പി മൂഡിലാണ് പടം തീരുന്നത്. ഡെന്നീസ് ഒറ്റ ഫ്രെയിം പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതായിരുന്നു എൻ്റെ ക്ലൈമാക്സ്, ആ പടത്തിൻ്റെ ഹൈലൈറ്റ്. ചില സംഭവങ്ങൾ ചില ആളുകൾ നമ്മുടെ അഭിപ്രായം നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഡെന്നി ചായൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അന്നൊക്കെ തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞ ഒരു പടത്തിൻ്റെ കൂടെ നിൽക്കുക, പ്രൊഡ്യൂസറുടെ കൂടെ നിൽക്കുന്ന ഒരു തിരക്കഥാകൃത്തായിരുന്നു. പ്രൊഡ്യൂസർക്ക് നഷ്ടം അല്ലേ? പല തിരക്കഥാകൃതർക്കും ആ റെമ്യൂണറേഷനുള്ള ആത്മാർത്ഥതയുള്ളൂ. പടം എന്തും ആയിക്കോട്ടെ, അതിനകത്തോടെ ആത്മാർത്ഥതയില്ല. അതാണ് പലരും പറയാറുണ്ട്, നീ എന്തിനെ പുറകെ നടക്കുന്നത്, ഡെന്നിസ് എന്തിനു പറയും, ആ സമയത്ത് വരുന്ന വേറെ എഴുതി അടുത്ത വേറെ എഴുതിയാൽ പോരെ. പക്ഷേ ഇത് ഓടിയല്ലേ നമ്മുടെ നിലനിൽപ്പുള്ളൂ. അത് ഓടിയത് കൊണ്ടാണല്ലോ 10 പടം ചെയ്യാൻ പറ്റിയത്. അല്ലേ ബഷീർ അവരുടെ കൂടും കൊടുക്കൊക്കെ ആയിട്ട് പോകില്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും സിമ്പിൾ പ്രൊഡക്ഷൻസ് തിരിച്ചു വരട്ടെ, നല്ല സിനിമകൾ. സാറോട് ഞാൻ പരിചയപ്പെടുന്നത് എനിക്ക് ഓർക്കുന്നത് ഉണ്ണികൃഷ്ണൻ്റെ ക്രിസ്മസ്, ആദ്യത്തെ ക്രിസ്മസ് ലൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ശരി. അത് ഡെന്നീസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത, ഡെന്നീസും ഗിത്തോയും കൂടി ജോൺ പോളും റിലീസ്, ആ പടത്തിൻ്റെ സോമൻ സാറോട് ഞാൻ ആദ്യം പരിചയപ്പെടുന്നു. എന്തായാലും വളരെ സന്തോഷം സമാഗമത്തിൽ വന്നു.